നീ എന്തിനാണ് ഒരു ലവിന് വേണ്ടി ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്? കാരണം ലവ് ജോ ആയതുകൊണ്ട്. விடிந்தாலும் வானம் இருள் பூச வேண்டும், மடி மீது சாய்ந்து கதை பேச வேண்டும், முடியாத பார்வை நீ வீச வேண்டும், முழு நேர என் மேல் உன் வாசம் வேண்டும். നീ എന്താണ് പിഴച്ചവനെ എന്റെ വീട്ടിൽ? പപ്പ ഒന്നും ചെയ്യല്ലേ, അവൻ പൊക്കോളും. എന്റെ ചെറുക്കനെ വിട്ട് പോണ പിശാശി, പിശാശിന്റെ സന്തതി. പോവാൽവി, നീ ഇല്ലാതെ ഒരു അടി ഞാൻ അനങ്ങില്ല ഇവിടുന്ന്. മരിച്ചു വീണോട്ടെ, എന്നാലും പോയില്ല. നീ ആടാ എന്റെ ജീവൻ. നിന്നെ വിട്ട് പോയാ പിന്നെ ഈ ആൽവി ഇല്ലടാ. ആൽവി പ്ലീസ്. അവന്റെ ഒരു പ്രേമം, ആണും പെണ്ണും കേട്ട പ്രേമം, പെണ്ണും ആണും തമ്മിലുള്ളതാടാ പ്രേമം എന്ന് നിങ്ങളോട് ആരോട് പറഞ്ഞേ? ഡാ, നീ ആരോട് സംസാരിക്കുന്നറിയോ? വൃത്തികേട് മുഴുവൻ കാണിച്ചു വെച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് കൊടുക്കുന്ന അതേ സ്നേഹമാണ് ഞാൻ ഇവനും കൊടുക്കുന്നേ. തെണ്ടി, ഇനി നീ ഇതിനെ കിടന്ന് ചെലച്ചാലുണ്ടല്ലോ. നിങ്ങൾ എന്നെ കൊന്നു, എന്നാലും ഞാൻ ഇവിടെ നിന്ന് ഇവനില്ലാതെ പോവില്ല. ആ പ്രിൻസിപ്പൾ പറഞ്ഞതാണ് ശരി. നിനക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. ആ ഫാദർ ഇപ്പോ ഇങ്ങോട്ട് വരും. എന്റെ മകനെ കൗൺസിലിംഗ് ചെയ്യാന്നാ ഞാൻ ആദ്യം വിചാരിച്ചെ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അവനല്ല രോഗം, നിനക്കാണെന്ന്. നിനക്കാണ് വട്ട്, മുഴുത്ത വട്ട്. നീ ഒരു മൃഗമായിരിക്കും. അവറ്റുകൾക്ക് ആണായാലെന്ത് പെണ്ണായാലെന്ത്. ആ കൂട്ടത്തിൽ എന്റെ മകനെ പെടുത്തരുത്, മനസ്സിലായോടാ പട്ടി. അവൻ ചത്തുപോകും. അടിക്കല്ലേ ചേട്ടാ, അവൻ ചെറുതല്ലേ, അവന് താങ്ങാൻ പറ്റില്ല. നിക്കടി നാശം പിടിച്ചവളെ, നീ എന്റെ മകനെ എങ്ങനെയാക്കിയത്? ആൽവി, നിനക്ക് വേദനിക്കുന്നുണ്ടോടാ? മാറി നിക്കടാ. നിന്നോട് ആരോ അവന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞേ. അവന്റെ അടുത്ത് നിന്നാ ആ രോഗം നിനക്കും പകരും. പ്ലീസ്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഫാദർ വന്നു. ഇതാ ഞാൻ പറഞ്ഞ മറ്റവൻ, എന്റെ ചെറുക്കനെ വാഴ പിടിപ്പിച്ചവൻ. മിസ്റ്റർ, ഈ കുട്ടികളെ ഇങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് ആരും അധികാരം തന്നെ? ഇവൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് തല്ലുവല്ല കൊല്ലുവാ ചെയ്യേണ്ടവനെ. ഫാദറിന് കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ളതല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്ക് ഈ മനുഷ്യനോട്. എന്റെ മക്കൾക്ക് രോഗമൊന്നും ഇല്ലെന്നും
അവർ പരസ്പരം സ്നേഹിച്ചു പോയത് മാത്രമാണെന്ന്. മിണ്ടാതിരിയടി. മിസ്റ്റർ, ആദ്യം നിങ്ങൾ ഈ കുട്ടിയെ ദ്രോഹിക്കുന്നത് നിർത്തൂ. ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയം ഇങ്ങനെയാണോ ഡീൽ ചെയ്യണ്ടേ? ഇനി നിങ്ങൾ ഒരിക്കൽ കൂടി അവന്റെ മേൽ കൈവച്ച ഇവിടെ കോടതി നിയമവും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? പിള്ളേർ ഇപ്പോഴും മൈനറാണ്. സോ കേസ് വന്നാ നിങ്ങൾക്ക് പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. ഓഹോ, അപ്പൊ ഫാദറും ഇപ്പോ അവന്റെ വക്കാലത്ത് പിടിക്കുവാണോ? ഞാൻ ആരുടെയും വക്കാലത്ത് പിടിച്ചതല്ല, കാര്യം പറഞ്ഞതാ. താൻ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. എന്റെ മോനെ ഈ ബാധയിൽ നിന്നൊന്ന് ഒഴിവാക്കി തരോ? നിങ്ങളൊന്ന് അടങ്ങടോ. സോ ടെൽ മീ, എന്തിനാണ് നീ ഒരു ലവിന് വേണ്ടി ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ലവ് ഷോ ആയതുകൊണ്ട്. നീ പാർക്ക പാർക്ക കാതൽ കൂടുതേ. തെമ്മാടി, നിന്നോട് നിർത്താൻ ഞാൻ പറഞ്ഞില്ലടാ. മിസ്റ്റർ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവിടുന്നൊന്ന് മാറി നിൽക്കൂ. എനിക്ക് ഇവരോടൊന്ന് തനിച്ച് സംസാരിക്കണം. ഞാൻ മാറിത്തരാം, പക്ഷെ അവസാനം രണ്ടിനെ രണ്ട് വഴിക്കാക്കിയില്ലെങ്കിൽ അപ്പോ കാണിച്ചു തരാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. അപ്പോ നീ പറഞ്ഞു വരുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നാണോ? വാട്ട് കൈൻഡ് ഓഫ് ലവ്? ഒരു ആണ് പെണ്ണിനെ എങ്ങനെ സ്നേഹിക്കോ അതുപോലെ. ഒരു ആണ് പെണ്ണിനെ എങ്ങനെ ഹഗ് ചെയ്യോ അങ്ങനെ. ഒരു ആണ് ഒരു പെണ്ണിനെ എങ്ങനെ കിസ് ചെയ്യോ അങ്ങനെ. ഒരു ആണ് പെണ്ണിനെ എങ്ങനെ. മതി മതി, മനസ്സിലായി. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ആൽവി? വിശ്വസിച്ചിരുന്നു, ബട്ട് ഇപ്പോഴില്ല. വൈ? കണ്ടില്ല ഞങ്ങളുടെ അവസ്ഥ. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. കാരണം ദൈവം ഇത് വെറുക്കുന്നു. ആണിനെയും പെണ്ണിനെയും പരസ്പരം സ്നേഹിക്കാനാണ് ദൈവം പഠിപ്പിച്ചത്. ആണുമാണ് പ്രേമിക്കുന്നത് പാപമാണ്. ഒരാളെ സ്നേഹിക്കുന്നത് പാപമാണെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ടോ? വാട്ട് എവർ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ വരെ എത്തി? Did you kiss him? നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഇതെല്ലാം ചെകുത്താന്റെ പരിപാടിയാണടാ. പ്രത്യേകിച്ച് ലസ്റ്റ്. നിന്റെ ലവ് വെറും അട്രാക്ഷൻ മാത്രമാണ്. ലസ്റ്റ് ശരീരത്തിനോട് മാത്രം തോന്നുന്ന അട്രാക്ഷൻ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ആ കിസ് ഞങ്ങളുടെ പ്രണയത്തിൽ നിന്നുണ്ടായതാണ്. I was talking about love, not lust. ലസ്റ്റ് ഫിസിക്കൽ ഇന്റിമസി മാത്രമാണ്. പക്ഷെ ഞാൻ അവനെ എന്റെ നെഞ്ചിനുള്ളിലാണ് വെച്ചിരിക്കുന്നേ. അവന്റെ ശരീരത്തിൽ തൊടാതെ എത്ര യുഗങ്ങൾ വേണമെങ്കിലും എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയും. യു ആർ ഗോയിങ് ടു ഹെൽ. അത് നിനക്കറിയോ? നിങ്ങളും ഞാനും വിശ്വസിച്ച ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നേ, എന്നിൽ വിശ്വസിക്കുന്നവന് സ്വർഗത്തിൽ ഒരിടം ഉണ്ടാവുമെന്ന്. Then why are you talking about hell? നീ ദൈവത്തെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് തെറ്റാണ്. ഐ വാസ് ജസ്റ്റ് ആസ്കിങ്. നിങ്ങളുടെ ദൈവം പറഞ്ഞിട്ടില്ലേ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്കത് നൽകുമെന്ന്? ആ ദൈവം തന്നെയല്ലേ പറഞ്ഞത് ഒട്ടുമിൻ വാതിൽ തുറക്കപ്പെടുമെന്ന്? ഐ ഹാവ് ബീൻ നോക്കിങ് സോ ഹാർഡ്. എന്തുകൊണ്ട് അയാൾ അത് കേൾക്കുന്നില്ല? ഫാദർ, നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. അതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം മനസ്സിലാവാത്തത്. നിനക്ക് എത്ര വേണമെങ്കിലും പ്രേമിക്കാം, ആരെ വേണമെങ്കിലും പ്രേമിക്കാം. പക്ഷെ അതൊരു പെണ്ണാവണം, അത്രേ ഉള്ളൂ. ഞാൻ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ? ഉണ്ട്, ബട്ട് അതൊരു പെണ്ണായിരുന്നു. സോ നിങ്ങൾക്കൊരു പെണ്ണിനെ പ്രേമിക്കാം, എനിക്കൊരു ആണിനെ പ്രേമിച്ചൂടാ. ഞാൻ ജോക്ക് കൊടുത്ത സ്നേഹത്തെക്കാൾ വലുതായിരുന്നു നിങ്ങളുടെ സ്നേഹം. പറ, എന്താണ് നിങ്ങളുടെ പ്രണയവും എന്റെ പ്രണയവും തമ്മിലുള്ള വ്യത്യാസം? പറയണോ, പറ. ജോ നിന്നെ സ്നേഹിക്കുന്നില്ല ആൽവി. അതെല്ലാം നിന്റെ തോന്നലാണ്. അവനെ ഫോഴ്സ് ചെയ്യരുത്. കൊള്ളാം, അവനാണോ എന്നെ കിസ് ചെയ്തേ ആദ്യമായിട്ട്? അവൻ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞേ. ബൈബിൾ പറയുന്നത് നമ്മുടെ ആസക്തിയും ആഗ്രഹവും കൺട്രോൾ ചെയ്യണമെന്നാണ്. നീ പള്ളി പോയിട്ടുള്ളവനല്ലേ? നീ കാരണം അവനെ കൂടി നീ നരകത്തിൽ പോവാൻ ഇടയാക്കരുത്. എന്നെ ഒന്ന് ആ നരകത്തിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യൂ. ജസ്റ്റ് കിൽ മീ. ഈ ലോകത്തിലെ എല്ലാ ഹോമോസെക്ഷൽസും ആ നരകത്തിലാണെന്നല്ലേ ഫാദർ പറഞ്ഞതിന്റെ അർത്ഥം? മേ ബി
എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും. പ്ലീസ് എന്നെ ഒന്ന് കൊന്നു തരൂ. விடிந்தாலும் வானம் இருள் பூச வேண்டும், மடி மீது சாய்ந்து கதை பேச வேண்டும், முடியாத பார்வை நீ வீச வேண்டும், முழு நேர என்ன ആൽവി, പോടോ. Go back to your heaven. ആൽവി, എന്നെ ഇവിടെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കത് പൂർത്തിയാക്കിയേ മതിയാവും. നീ അവനെ മറക്കണം. ഇൻ യുവർ ഡ്രീംസ്. ജോ, നീ എന്ത് പറയുന്നു? നീ ഇവനെ മറക്കാൻ തയ്യാറല്ലേ? ഇതൊന്നും റിയൽ ലവ് അല്ല മോനെ. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തായി? എല്ലാം ശരിയായോ? ശരിയാവാൻ ഇതെന്താ വല്ല ദോഷം ഉണ്ടാക്കുന്ന പോലെ ഈസി ആണെന്ന് വിചാരിച്ചോ? ഇതിന് സമയമെടുക്കും. ഇവർ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ കൊണ്ടോ കൂലാന്ന് എനിക്ക് അറിയായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി, ഇതിൽ നിന്ന് എന്റെ മോനെ രക്ഷപ്പെടുത്താൻ, ഇവനെ ഇപ്പോ ഇവിടുന്ന് അടിച്ചിറക്കാൻ. ഇല്ലെങ്കിൽ എത്ര പിടിപ്പുള്ള തറവാഴാണിതെന്ന് അറിയാലോ. നിങ്ങളുടെ ഈ അച്ഛൻ പട്ടം എടുത്തു കളയാൻ വരെ കേൾപ്പുള്ളവർ ഇവിടെ ഉണ്ട്. എന്റെ നിവൃത്തികൾ കൊണ്ട് മാത്രമാണ് അല്ലി എനിക്ക് നിന്നോട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നേ. ഇറങ്ങി പോടാ. നോ പപ്പ, ആൽവി, ആൽവി, എനിക്ക് അവനില്ലാതെ പറ്റില്ല. വീട് വീടന്നെ. ജോ, വിടണോ എന്നെ, വിട്. നീ ഇപ്പൊ പോവാൽവി, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? അവൻ പോയില്ലേ, വിടണോ? உன் கைகள் கோர்க்கும் ஓர் நொடி, உன் கண்களோரம் நீர் துளி, உன் மார்பில் சாய்ந்து சாக தோணுதே. അമ്മ, അമ്മ അവനെ ജോയെ പിടിച്ചോണ്ടുപോയി. എനിക്ക് അവനില്ലാന്ന് ജീവിക്കാൻ പറ്റില്ല. ആൽവി, വിഷമിക്കാതെടാ, കരയാതെ ഫൈറ്റ് ചെയ്യും മോനെ. അമ്മയെ നോക്ക്, അസുഖം വന്നിട്ടും അമ്മ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ? ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി. അതുപോലെ നീ ജോക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഓ മോനെ, അവനുമായിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. അമ്മ, ചെല്ലു മോനെ, അമ്മയ്ക്ക് ഇനി അധികം ആയുസില്ല. എന്റെ മോൻ ജീവിക്കും. എന്റെ അമ്മയുടെ തനിച്ച് എനിക്ക് പറ്റില്ല. ഇത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാ മോനെ. മോൻ ചെയ്യോ? ജോ, ജോ, ആൽവി, നീ എന്താ ഇവിടെ? എന്തിനാ വീണ്ടും വന്നേ? പപ്പ കണ്ട. ഓ ആൽവി, നിന്നെ കൊണ്ടല്ലാതെ ഞാൻ പോവില്ല. ഇറങ്ങി വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാടാ. ആൽവി, നീ ഇത് ഭ്രാന്ത് പറയുവാണോ? നിനക്കിത് ഭ്രാന്തായിട്ട് തോന്നുന്നുണ്ടോ? ഞാനാ നിന്നെ വിളിക്കുന്നേ. നിന്റെ ആൽവി, ഇറങ്ങി വാടാ മോനെ. ആൽവി, നമ്മൾ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? എവിടേക്കെങ്കിലും പോവാം. പക്ഷെ നിന്നെ വിട്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് കഴിയില്ല ജോ. ഈ ലോകം നമ്മളെ അറപ്പോടെ നോക്കിയാലും എന്റെ അവസാന ശ്വാസം വരെ നീ ഉണ്ടാവണം. എന്താണ് ആൽവി, ആരും നമ്മളെ മനസ്സിലാക്കാത്തെ? എല്ലാവരും നമുക്ക് എന്തോ രോഗമാണെന്ന് പറയുന്നു. എനിക്കറിയാം, ദൈവം പോലും നമ്മളെ വെറുക്കുന്നുണ്ടാവും. ദൈവത്തിന് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിന്നെ വേണം ജോ. ആൽവി, നീ എന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി, മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എങ്കിൽ 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 നമുക്ക് മരിക്കാം ജോ. ആൽവി, നീ എന്താണ് ഈ പറയണേ? മരിക്കാമെന്നോ? അപ്പൊ നമുക്ക് ജീവിക്കണ്ടേ? നമ്മളെ വെറും രോഗികളായി കാണുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇക്കാലത്ത് നമ്മൾ എപ്പോഴും ഇവിടെ കളിക്കാൻ വരുന്നേ. എന്ത് രസമായിരുന്നു.
ഈ കടൽ തീരത്ത് ഇങ്ങനെ കാറ്റുകൊണ്ടിരുന്നു എത്ര വൈകുന്നേരങ്ങൾ. നിന്റെ കൈ പിടിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഈ കടലായിരുന്നു സാക്ഷി. നമ്മുടെ പ്രണയവും ഈ കടലിൽ തന്നെ കൊടുത്തേക്കാണാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് മൊമെന്റ്. ജീവിതം തീരുന്നതിന് മുന്നേ ഐ വാണ്ട് എ ലാസ്റ്റ് കിസ്. நீ பார்க்க பார்க்க காதல் கூடுதே உன்னாலே என்னாலும் என் ஜீவன் வாழுதே. നായിന്റെ മോനെ, ഇനി മോനെ വിടണോ? പപ്പ പപ്പ എന്നെ വീട് പപ്പ, ഞങ്ങൾ ആർക്കും ഒരു ശല്യമാവില്ല, ഞങ്ങൾ മരിച്ചോളാം. എത്രത്തോളം എന്റെ ചെറുക്കനെ ബ്രെയിൻ വാഷ് ചെയ്തെന്ന് നോക്ക്. വാണിവിടെ. ഇല്ല, ഞാൻ വിടില്ല ഇവനെ. ഇവനെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. ജോ ചെറുക്ക, നിന്റെ തള്ള അവിടെ ചോര തുപ്പുന്ന അസുഖമായിട്ട് കിടക്കുമല്ലേ? അവര് ചത്തു കഴിയുമ്പോ അവരെ സിമിത്തേരിയിൽ അടക്കണം, അതോ വല്ല തെരുവ് വട്ടികൾക്കും തിന്നാനിട്ട് കൊടുക്കണോ? ചെറ്റ്, ഇനി ഒരക്ഷരം വേണ്ടിയ ചിലക്കാതെ ചെക്ക. നിനക്കറിയാം എനിക്കിതല്ല ഇതിന്റെ അപ്പുറം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് ഇവിടെ നിർത്തിക്കോളണം ഇവന് നീയുമായുള്ള എല്ലാം. നീ വേണേ ചത്തോ, എന്റെ മകനെ എനിക്ക് വേണം. അമ്മ 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 ഇതെവിടെയാ? എന്റെ ജോയെ എനിക്ക് എന്നേക്കുമേ നഷ്ടമായി അമ്മ. അമ്മ കുറെ ദിവസമായല്ലോ ഇങ്ങനെ ആരോടും മിണ്ടാതെ. വാട്ട്സ് ഗോയിങ് ഓൺ? യു കാൻ ടെൽ മീ. ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഹേമ. എനിക്കിപ്പോ ഇതൊരു ശീലമായി. ജോ, എനിക്ക് നിന്നെ. ഹേമ പ്ലീസ് ഡോണ്ട്. ഞാനത് ചോദിക്കട്ടെ? നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ വലിയ വിഷമം നിന്നെ അലട്ടുന്നുണ്ടെന്ന്. ഈ വിഷമത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? there is someone. ഒരിക്കൽ ഞാൻ സ്നേഹിച്ച ആ ഒരാൾ, ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരാൾ. A boy from the late 80s. ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലെ 2 ആൺകുട്ടികൾ. അവർ തമ്മിൽ ആഴത്തിൽ സ്നേഹിച്ചു. പക്ഷെ ആ സമൂഹം അവരെ ഒന്നുചേരാൻ അനുവദിച്ചില്ല. മീ ആൻഡ് ആൽവി. അന്നത്തെ കാലത്ത് ഒരു ബോയ് വേറൊരു ബോയിയെ പ്രേമിക്കുന്നത് ഒരു വലിയ കുറ്റമായിരുന്നു.
ഞങ്ങളുടെ ബന്ധം പാരന്റ്സ് കണ്ടുപിടിച്ചതോടെ എല്ലാം നഷ്ടമായി. ഒച്ചപ്പാടായി, ബഹളമായി. ആൽവി ഒരുപാട് തല്ലുകൊള്ളേണ്ടി വന്നു. പാവം. ഞാൻ ആൽവിയെ ഇനി ഒരിക്കൽ കൂടി കാണാൻ ശ്രമിച്ച വീട്ടിൽ പൂട്ടിയിടും എന്ന് എന്റെ പാപ്പ പറഞ്ഞു. അപ്പോ നിന്റെ പപ്പയാണോ നിങ്ങൾ പിരിയാൻ കാരണം? പിന്നെ അന്ന് രാത്രി ഞങ്ങൾ കുടുംബത്തോടെ അവിടുന്ന് ആ തറവാട് ഉപേക്ഷിച്ച് പോന്നു. എല്ലാം പപ്പയുടെ ഒരൊറ്റ നിർബന്ധമായിരുന്നു. അവനോട് അവസാനമായി ഒന്ന് യാത്ര പറയാൻ പോലും എനിക്ക് സാധിച്ചില്ല. അവൻ എന്നെ അന്വേഷിച്ച് അവിടെ വന്നിട്ടുണ്ടാവും. പാവം. ആ വേദന ഓർക്കുമ്പോ എന്റെ നെഞ്ച് പൊട്ടുവാ. പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയില്ലേ? ഞാൻ ഒരുപാട് കത്തുകൾ എഴുതി. ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു വർഷങ്ങളോളം. പക്ഷെ ഞാൻ അയച്ച കത്തുകൾക്ക് ഒരു മറുപടി കത്തും വന്നില്ല. ഒരു കത്തിന് പോലും. അവസാനമായി അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാ. അത് പറഞ്ഞിട്ട് അവൻ പോയിട്ട് ഇന്നേക്ക് 12 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോ ആൽവി അയാളിപ്പോ എവിടെയാണെന്ന് ഒരു ഐഡിയയും ഇല്ലേ? നോ ഐഡിയ, നോ അഡ്രസ്, നോ നമ്പർ. ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ല. അവനിപ്പോ എങ്ങനെയാ ഇരിക്കുന്നതെന്നറിയാൻ കൊതിയാവുക. ആ 17കാരൻ ആൽവിയായിട്ട് അവൻ ഇപ്പോഴും എന്റെ മനസ്സിൽ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു മൂവ് ഓൺ ചെയ്യാൻ, അവനെ മറക്കാൻ. ബട്ട് ചില ഇഷ്ടങ്ങൾ അതങ്ങനെ ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. ഇത്രയും വേദനയൊക്കെ മനസ്സിലിട്ട് ഇത്രയും നാൾ നീ എങ്ങനെ സർവൈവ് ചെയ്ത് ജോ? ഒരിക്കലുമില്ല. ഞാൻ പഠിച്ചു ഇങ്ങനെ ജീവിക്കാൻ. ചിലപ്പോൾ ഒരു ദിവസം ആൽവി എന്നെ ഓർത്താലോ, എന്നെ തേടി വന്നാലോ. இன்பம் இதுவரை நாம் போவோம், அதுவரை நீ பார்க்க பார்க்க காதல் கூடுதே. ജോ, നീ വീണ്ടും അവനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ ഹേമ? ചില മെമ്മറീസ് അതിങ്ങനെ നെഞ്ചിനുള്ളിൽ തറച്ചു കിടക്കും. യാത്ര പറയാൻ മടിച്ചുകൊണ്ട്. ബട്ട് ജോ, ഇതിപ്പോ 12 വർഷമായില്ലേ? ഇത്രയും വർഷമൊന്നും ആരും ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ചിലപ്പോ അവൻ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവെങ്കിലോ, ചിലപ്പോ അവൻ നിന്നെ മറന്നിട്ടുണ്ടാവും. നീ എന്തിനാ ഇവിടെ ഇപ്പൊ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നിന്റെ ജീവിതം കളയുന്നേ? കാരണം അവൻ എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. ബട്ട് ജോ, ഈ ഓർമ്മകൾ നിന്നെ നശിപ്പിക്കുവാണെന്ന് നീ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാ? നീ ചിരിക്കുന്നില്ല, നീ സംസാരിക്കുന്നില്ല. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു പാസ്റ്റിൽ നീ സ്റ്റക്കായി കിടക്കുക. അവൻ ഒരിക്കലും ഇനി നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലോ? മേ ബി അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ പറയരുത് പ്ലീസ്. ഞാനൊരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. നീ ഒരു ഗോസ്റ്റിന് വേണ്ടി നിന്റെ ജീവിതം വേസ്റ്റ് ചെയ്യുക. നീ എന്തുകൊണ്ടാ നിന്റെ മുന്നിലുള്ളത് കാണാൻ ശ്രമിക്കാത്തത്, എന്നെ കാണാൻ ശ്രമിക്കാത്തത്? ഹേമ, ഡോണ്ട് ഡു ദിസ്. നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് ഞാൻ അവനെ മറക്കണമെന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ജോ, നീ വീണ്ടും വീണ്ടും ഒരു കാര്യം ഓർത്ത് തകരാതിരിക്കാനാ ഞാൻ പറയുന്നേ. നീ അവനെ നിന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിടും പ്ലീസ്. ഒരിക്കലുമില്ല. കാരണം എന്നെ ഞാനായി കണ്ട് ഇഷ്ടപ്പെട്ടവനാണ് ആൽവി. എന്റെ കുറവുകളും കുറ്റങ്ങളും ആക്സെപ്റ്റ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെട്ടവൻ. ആൻഡ് വാട്ട് അബൌട്ട് മീ ജോ? യു ആർ മൈ ഫ്രണ്ട്, എ ഗുഡ് ഫ്രണ്ട്. ബട്ട് എന്റെ ഹൃദയം അതിപ്പോഴും 80കളിലെ ആ ചെറിയ ഗ്രാമത്തിൽ നിൽക്കുവാണ്, എന്റെ ആൽവിയുടെ തിരിച്ചുവരവും കാത്ത്. ജോ, നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഒരു ഗുഡ് ബൈ പോലും പറയാതെ മറഞ്ഞുപോയ ഒരുത്തിന് വേണ്ടിയാ നീ നിന്റെ ലൈഫ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നേ. അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് നീ എന്താ മനസ്സിലാക്കാത്തെ? നീ വേണ്ടാത്തത് പറയാൻ നിൽക്കരുത്. വേണ്ടാത്തതോ? യെസ്, തോന്നുമ്പോൾ എടുത്ത് കളയാൻ പറ്റുന്നതാണ് പ്രണയം എന്നാണോ നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നേ? അവൻ എന്നിൽ നിന്നല്ല, ഞാൻ അവനിൽ നിന്നാണ് മറഞ്ഞുപോയത്. ഞങ്ങളെ പിരിക്കുകയായിരുന്നു. ഭയം, പാരന്റ്സ്, 2 ആൺകുട്ടികളുടെ പ്രണയം അംഗീകരിക്കാത്ത സമൂഹം. ആൻഡ് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അവൻ തിരിച്ചു വരുമെന്ന്? അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ജോ, യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. നോ, ഞാൻ അവന് കൊടുത്ത വാക്ക് പാലിക്കുക. ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് 80കളിലെ ആ ബോയിയാണ്. സ്കൂൾ ലൈബ്രറിയുടെ പുറകിൽ വെച്ച് ആൽവിയുടെ കൈ ചേർത്ത് പിടിച്ച അതേ ആൺകുട്ടി. ആൽവിയെ പപ്പ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയപ്പോ കരഞ്ഞ നിലവിളിച്ച അതേ ആൺകുട്ടി. അവന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും. ബട്ട് നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം? വാട്ട് അബൌട്ട് മീ?
നീ എന്നെ കെയർ ചെയ്യുന്നുണ്ട് ഹേമ, ഞാനത് കാണുന്നുണ്ട്. ബട്ട് അതിന്റെ പേരിൽ എന്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന എന്റെ ജീവനെയാണ് നീ പറിച്ചറിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതിനെ ഒബ്സഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതൊരു തരം വാശിയാണ്. ആൻഡ് ഒരുപക്ഷെ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ, എന്നിൽ നിന്ന് ഒരുപാട് മൈൽ അകലെയാണെങ്കിൽ പോലും എന്റെ ഹൃദയം ഇപ്പോൾ നിലക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ അത് ആൽവി എന്ന ആ ഒരൊറ്റ മനുഷ്യനാണ്. ഒരാൾക്കും അവന് പകരമാവാൻ കഴിയില്ല, നിനക്കൊരിക്കലും. ജോ, ഞാൻ ആൽവിയെ കുറിച്ച് പറയാൻ വരുമ്പോഴൊക്കെ നീ എന്തിനാ എന്നിൽ നിന്ന് ഓടി വിളിക്കുന്നേ? ഹേമ, നോട്ട് ടുഡേ. ഐ ആം ടയേർഡ്. ടയേർഡ്? ഞാനും ടയേർഡാണ് ജോ. നീ അവന്റെ മെമ്മറിയിൽ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നത് കണ്ട് മതിയായി എനിക്ക്. ഇല്ലാത്തൊരു പ്രണയത്തിന് വേണ്ടി നീ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട് മതിയായി എനിക്ക്. Don't say that. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അത് തന്നെയാണ് സത്യം. നീ വെയിറ്റ് ചെയ്തിരിക്കുന്നത് 12 വർഷങ്ങൾക്ക് മുന്നേ നിന്നെ കളഞ്ഞിട്ട് പോയ ഒരു ചെറുക്കന് വേണ്ടിയാണ് ജോ. 12 വർഷം അതൊരു ചെറിയ കാലയളവല്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ത് വലിയ മണ്ടത്തരമാണ് നീ ചെയ്യുന്നതെന്ന്? മണ്ടത്തരം? എന്താ മണ്ടത്തരം എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആൽവിയെ പറ്റി ആവശ്യമില്ലാത്തത് വിളിച്ചു പറഞ്ഞ എന്റെ മനസ്സ് മാറുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അതാണ് മണ്ടത്തരം. കമോൺ ജോ, അവൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനകം അവൻ നിന്നെ കണ്ടുപിടിച്ചേനെ, നിന്നെ ഒന്ന് വിളിച്ചേനെ, അവൻ എന്തെങ്കിലും ചെയ്തേനെ നിനക്ക് വേണ്ടി. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. കാരണം അവൻ മൂവ് ഓൺ ചെയ്തു ജോ. ആ 80കളിൽ നീ ഉണ്ടായിരുന്നില്ലല്ലോ. 2 ആൺകുട്ടികൾ എങ്ങനെയാണ് പ്രണയിച്ചതെന്ന് നീ കണ്ടിട്ടില്ലല്ലോ. സമൂഹത്തിനെ ഭയന്നു, പാരന്റ്സിനെ ഭയന്നു. എന്നാൽ അതിനേക്കാൾ ഏറെ പരസ്പരം സ്നേഹിച്ച 2 പേരാ ഞങ്ങൾ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ജോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ കൂടെ, എവരിഡേ നിന്നെ കെയർ ചെയ്തുകൊണ്ട്. പക്ഷെ നീ നീ എന്നെ കണ്ട ഭാവം നടിക്കാതെ നീ ഇപ്പോഴും നിന്റെ പാസ്റ്റിൽ കടിച്ചു തൂങ്ങി കിടക്കുക. കാരണം വേറൊരാൾക്കും എന്റെ ഹൃദയത്തിൽ ഇടം നൽകാൻ എനിക്ക് കഴിയില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അവൻ നിന്നെ ഇട്ടിട്ട് പോയതാ ജോ. നിനക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് പോലും ചെയ്യാതെ തിരിഞ്ഞു നോക്കാതെ. എന്ത് തരം ലവ് ആണത് ജോ? ഇതിനെയൊക്കെ ലവ് എന്ന് വിളിക്കാൻ പറ്റോ? അതൊരു പ്രത്യേക തരം ലവ് ആണ്. ഒരിക്കലും ഒരുമിച്ച് കാണാൻ സമൂഹം അനുവദിക്കാതിരുന്ന ലവ് ആണത്. ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങിയ ലവ് ആണത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവനല്ല ഞാനാണ്, എന്നെയാണ് എന്റെ പാരന്റ്സ് അവനിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയത്. ആൻഡ് അവനെ അന്വേഷിക്കാൻ നിന്ന കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഒരു അപ്പന്റെ ഭീഷണിയിൽ ഞാനാണ് ഓടി വിളിച്ചത്. നീ പറയുന്നത് കേട്ടാൽ അവൻ ഇഷ്ടത്തോടെ എന്നെ ഉപേക്ഷിച്ചു പോയതുപോലെയാണല്ലോ. നോ ഹേമ, ഈ ലോകം അവനെ കൊണ്ട് ചെയ്യിച്ചതാണ്. നീ പറഞ്ഞു വരുന്നത് നിനക്ക് എപ്പോഴും അവനെ വേണമെന്നാണോ? യെസ്. ആൻഡ് നീ അവനെ പറ്റി എപ്പോഴൊക്കെ മോശമായി പറയുന്നു, എതിർക്കും ഞാൻ, ഡിഫെൻഡ് ചെയ്യും ഞാൻ. മനസ്സിലായോ? ബെസ്റ്റ്. അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ തിരിച്ചു വരാത്തത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഓർത്തുകൊണ്ട് എന്റെ ഈ ജീവിതം തീരും. എന്നാലും ഒരിക്കലും അവനെ മനസ്സിലിട്ടുകൊണ്ട് വേറൊരു റിലേഷൻഷിപ്പിൽ ഫേക്കായി അഭിനയിച്ച് ജീവിക്കാൻ എനിക്ക് കിട്ടില്ല. ജോ, നിനക്ക് എന്താ എന്നെ കാണാൻ കഴിയാത്തത്? നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ തിരിച്ചു സ്നേഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹേമ. പക്ഷെ എന്റെ ഹൃദയത്തിന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ നോട്ട്? ഐ എം റൈറ്റ് ഹിയർ ജോ. ഐ കെയർ ഫോർ യു. ഞാൻ നിന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ജോ. ജോ, നിൽക്ക്. ഞാൻ അറിഞ്ഞു ആ സ്റ്റുപ്പിഡ് റിയൂണിയനെ പറ്റി. നിന്റെ അമ്മ പറഞ്ഞല്ല. അപ്പൊ അതാണല്ലേ ഈ നടക്കുന്നതിന്റെ ഒക്കെ പിറകിലുള്ള കാര്യം. ഒരു റിയൂണിയൻ എന്ന് കേട്ടപ്പോഴേ അവൻ നിന്നെ വന്ന് കോരി എടുക്കുമെന്ന് വിചാരിച്ചോ നീ? ഇതൊരിക്കലും സ്റ്റുപ്പിഡ് അല്ല ഹേമ. ഈ 12 വർഷത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഹോപ്പാണിത്. ചിലപ്പോ വിധി എനിക്ക് അവസാനമായിട്ട് ഒരു അവസരം കൂടി തരുവാണെങ്കിലോ? ജോ, വേക്കപ്പ്. അവൻ ഒരിക്കലും വരില്ല. മനുഷ്യന്മാർ അങ്ങനെയാ. അവൻ മൂവ് ചെയ്യും, കല്യാണം കഴിക്കും. അത് സഹജമാണ്. മേ ബി അവനിപ്പോ ഒരു വൈഫ് ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാവും. നിനക്കൊന്നും അറിയില്ല. ആൻഡ് നിനക്കും അറിയില്ല അവൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നീ ഇപ്പോഴും ഒട്ടിക്കിടക്കുക. നിന്നെ ഒരിക്കൽ പോലും ഓർക്കാത്ത ഒരു ചെറുക്കന് വേണ്ടി. നിന്റെ മുഖം പോലും അവൻ മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയാം,
അവനിപ്പോ എവിടെയെങ്കിലും അവന്റെ ഭാര്യയും കുട്ടികളുമായി സന്തോഷിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ പറയരുത് ഹേമ, പ്ലീസ്. ഇല്ല, ഞാൻ പറയും. നീ നിന്റെ സ്വപ്ന ലോകത്ത് നിന്ന് ഇറങ്ങാദ്യം. നീ ആ റീയൂണിയന് പോയിട്ട് അവൻ അവിടെ വന്നില്ലെങ്കിലും ചിലപ്പോ അവൻ അവന്റെ ഭാര്യയുടെ കൈ കോർത്തു പിടിച്ച് വന്നാലോ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. കാരണം ഞാൻ അവിടെ അവന്റെ ലവ് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നതല്ല. എനിക്ക് സത്യം അറിയണം, അതിനുവേണ്ടി മാത്രം. സത്യം? ആ സത്യം എന്താണെന്ന് ഞാൻ പറയട്ടെ? നീ ഒന്നും പറയണ്ട. സത്യങ്ങൾ അറിയാൻ നീ ഭയക്കുന്നത് എന്തിനാ ഹേമ? നീ പേടിക്കുന്നുണ്ടല്ലേ അവൻ വന്നാലോ എന്ന്? നീ പേടിക്കുന്നുണ്ട് അവൻ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നോർത്തു അല്ലേ? അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഈ 12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ യൂണിവേഴ്സ് അവനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ പോവാ. ആ നിമിഷം ഉപേക്ഷിച്ച് കളയാൻ എനിക്കാവില്ല. അവൻ മാരീഡ് ആണെങ്കിലോ? അവൻ നിന്നെ മറന്ന് വേറെ ആരെയെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? നിനക്ക് കൊടുക്കാൻ കഴിയാത്ത ലൈഫ് വേറെ ആരെങ്കിലും അവന് കൊടുത്തിട്ടുണ്ടെങ്കിലോ? എന്നാൽ ഞാൻ അവനൊരു പുഞ്ചിരി സമ്മാനിക്കും, കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അതിനുശേഷം എന്റെ ഹൃദയത്തിന് ഞാൻ റെസ്റ്റ് കൊടുക്കും. ഹേയ് ജോ, അറിയോ എത്ര നാളായി കണ്ടിട്ട്? അങ്ങനെ മറക്കാൻ പറ്റുമോ നിങ്ങളെയൊക്കെ? ജോ, ആൽവി. അറിയില്ല എനിക്ക്. അതൊക്കെ പോട്ടെ. ഇതാരാ, നിന്റെ വൈഫാണോ? ഏയ് നോ, ഇതെന്റെ ഫ്രണ്ടാണ്. ഓഹോ, അങ്ങനെയാണോ? ജോ, നീ ഇങ്ങനെ നോക്കത്താ ദൂരെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ എത്രയെന്നറിയോ? അവനൊന്നും വരില്ല, ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ വെയിറ്റ് ചെയ്യും. ഇതെന്റെ അവസാനത്തെ ഹോപ്പാ. എന്തിന്? നീ ഫാന്റസി വേൾഡിൽ നിന്ന് ഇറങ്ങ്. ഒരു ചൈൽഡ്ഹുഡ് ക്ലീശേ പ്രണയം, അതും 10th ഗ്രേഡിൽ അവസാനിച്ച ഒരു പ്രണയം. എനിക്ക് നാണം തോന്നുന്നു. നിനക്കതൊരു തമാശയായിരിക്കാം, ബട്ട് എനിക്ക് അങ്ങനെയല്ല. നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ അവൻ ഈ ഗെറ്റ് ടുഗദറിനുള്ളിലേക്ക് വല്ല മൂവിയിലെ ഹീറോയെ പോലെ എൻട്രി ചെയ്യുന്നു? നോ, ബട്ട് അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവൻ എന്നെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അവൻ വരും. അവൻ വന്നില്ലെങ്കിലോ? അഥവാ അവൻ വന്നാൽ തന്നെ നിന്നെ കണ്ട ഭാവം നടിച്ചില്ലെങ്കിലോ? ചിലപ്പോ അവൻ മാരീഡ് ആണെങ്കിലോ? ചിലപ്പോ അവൻ നിന്റെ പേര് പോലും മറന്നിട്ടുണ്ടാവെങ്കിലോ? ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ പോലും ഞാൻ വെയിറ്റ് ചെയ്യും, ഹോപ്പ് ചെയ്യും. കാരണം ഇതെന്റെ അവസാനത്തെ ട്രൈ ആണ്. ഐ നീഡ് ആൻസേഴ്സ്. നിന്റെ കൂടെ ഇത്രയും നാൾ ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന എന്നെ ഒഴിവാക്കിയിട്ടാണ് പണ്ടെങ്ങും നിന്നെ ഇട്ടിട്ട് പോയ അവന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുന്നത്. ആൽവി, ഈ ലോകത്തിൽ എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വാടാ ഒരു വട്ടം. இதுவரை நாம் போவோம், அதுவரை நீ பார்க்க பார்க்க காதல் கூடுதே. ഞാൻ പറഞ്ഞില്ലേ അവൻ മൂവ് ഓൺ ആയെന്ന്. താ നോക്ക് ആ പെണ്ണിനെ. ആൽവി, അതാരാ? എന്താ ഇവിടെ കണ്ണെന്നറിയുന്നേ? ഓ, ചെന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നിന്റെ നഷ്ട പ്രണയത്തിനോട്. നിനക്ക് സത്യം അറിയണോ അല്ലേ? ആൽവിയുടെ ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ വെച്ചാകുമ്പോ കുറച്ചുകൂടി നല്ല രസമായിരിക്കും. ഡു യു നോ ഹിം? യെസ്. ഹായ് ആൽവി. ജോ. ഓ, ഇത് കണ്ടിട്ട് എനിക്ക് വട്ട് പിടിക്കുന്നു. ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നീ വന്നതിൽ സന്തോഷം. എന്റെ കൂട്ടിന് ഒരാളെ കൂടി കൂട്ടിക്കൊണ്ട് വന്നതിൽ കുറച്ചുകൂടി സന്തോഷം. യു ഫൗണ്ട് someone. ജോ, നീ ചിന്തിക്കുന്നത് പോലെ ജോ, പ്ലീസ് വെയിറ്റ്.
നിനക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലെങ്കിൽ പ്ലീസ് എന്റെ അടുത്തേക്ക് വരാതെ. നോ, ഒരിക്കൽ കൂടി നിന്നെ കൈവിട്ട് കളയാൻ എനിക്കാവില്ല. നീ ഓൾറെഡി കൈവിട്ടു, ഇനി എന്താ പറയാനുള്ളേ? എത്ര കത്തുകൾ ഞാൻ എഴുതി, ഒരെണ്ണത്തിനെങ്കിലും ഒരു മറുപടി എഴുതിയോ നീ? ജോ, ഞാൻ നാട്ടിലില്ലായിരുന്നു. ഓ, എന്ത് നല്ല എക്സ്ക്യൂസ്. എന്നിട്ടിപ്പോ ഒരു പെണ്ണുമായി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു, കൈ കോർത്തു പിടിച്ച്. നിനക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ ആരായി? ഷീസ് നോട്ട് മൈ ഗേൾ ഫ്രണ്ട്. പിന്നെ ആരാണ് അവൾ? അവൾ എന്റെ കസിനാണ്. ഒരുപാട് ആളുകളെ കണ്ടപ്പോ എന്റെ കയ്യിൽ പിടിച്ചതാണ്. കസിൻ? ഇതെന്തോ നീ നേരത്തെ പറയാതിരുന്നേ? കാരണം നിന്റെ ഫേസ് പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ എനിക്ക് പറയാനുള്ളതെല്ലാം മറന്നുപോയി. ഞാൻ ഇന്ന് ഇങ്ങോട്ട് എത്തുമ്പോ ഒരു കാര്യം മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. നീ ഇവിടെ ഉണ്ടാവണമേ എന്ന്, എന്നെ ഓർക്കണമേ എന്ന്. നിന്നെ ഓർക്കാത്ത ഒരു ഡേ പോലും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ. ഓ വോ വോ, പഴയ പ്രണയ ജോഡികൾ ബന്ധം പുതുക്കുവാണോ? ഹേമ, സ്റ്റോപ്പ്. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ. യു, നീ വർഷങ്ങളോളം മറന്നു നിന്ന് ഒരു പെണ്ണിനെ കൈയും പിടിച്ച് ഇപ്പൊ പെട്ടെന്നൊരു ദിവസം ജോഡി ലൈഫിലേക്ക് വന്നു കയറി അവനെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കിയ അതും കണ്ട് ഞാൻ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചോ? ഞാൻ ആരെയും കൊണ്ടുപോയിട്ടില്ല. ഓ പ്ലീസ്, ഇവൻ നിന്നെ നോക്കുന്ന നോട്ടം ഞാൻ കണ്ടില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? എങ്ങനെയാ ഞാൻ പറയുക? ഈ ശ്വാസം മുട്ടിയവർക്ക് ശ്വാസം തിരിച്ചു കിട്ടില്ലേ, അതുപോലെ. ഹേമ, ആൻഡ് വാട്ട് അബൌട്ട് മീ ജോ? എന്നെ നീ കാണുന്നില്ലേ? എന്റെ ഫീലിംഗ്സിന് ഒരു വിലയുമില്ലേ? ഹേമ, നിനക്കറിയാം ഞാൻ നിന്നെ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം. ഓ, ഞാൻ മറന്നുപോയി. നിന്റെ ഹൃദയം ആ 80കളിൽ സ്റ്റക്കായി കിടക്കുമല്ലേ? യു ആർ വെയിറ്റിംഗ് ഫോർ സം ചൈൽഡ്ഹുഡ് ഫാന്റസി. ജോ, ഹൂ ഇസ് ദിസ്? നിന്റെ ഫ്രണ്ട് ആണോ? യെസ്, മൈ കൊളീഗ്. ഷീ ഈസ് ഇൻ ലവ് വിത്ത് മീ ആൻഡ് ഐ ഡോണ്ട്. അവൻ ഒരു ഫാന്റസി വേൾഡിലും അല്ല. നിന്നോട് മിണ്ടാൻ പറഞ്ഞോ? ഹേമ, ഹേമ, ഞങ്ങൾ സമൂഹവും ഫാമിലിയും കാരണം പിരിയേണ്ടി വന്നവരാണ്. ജോ, അവൻ എന്നെ ഉപേക്ഷിച്ചു പോയതല്ല. രായ്ക്ക് രായ്മാനം ഇവന്റെ ഫാമിലി ഇവനെയും കൊണ്ട് പോയതാണ്. അവനൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഓ, എനിക്കറിയാം. വിധിയുടെ ക്രൂരതകൾ കാരണം പിരിഞ്ഞ 2 ആൺകുട്ടികൾ. സച്ച് എ ട്രാജിക് ലവ് സ്റ്റോറി, റൈറ്റ്? ഞങ്ങളുടെ വേദനയെ തമാശയാക്കരുത് ഹേമ, നിനക്ക് മനസ്സിലാവില്ല. നോക്ക്, എനിക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാണ്. ഇവന്റെ ഹൃദയം അത് വേറൊരാളിൽ ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ കരുതി കുറച്ചു കഴിയുമ്പോൾ ഇവൻ മൂവ് ഓൺ ആകുമെന്ന്. പക്ഷെ ഇല്ല. ഇവന്റെ ഫാമിലി ആ നാട്ടിൽ നിന്ന്, നിന്റെ ഓർമ്മകളിൽ നിന്ന് ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ പ്രണയം ഇവൻ വിട്ടു കളഞ്ഞില്ല. നീയാണ് ഇവനെ ഓർക്കാതിരുന്നത്. അങ്ങനെയുള്ള നീ ഇവനെ കിട്ടാൻ അർഹനല്ല. ഞാൻ മറന്നിരുന്നില്ല ഒരു നിമിഷം പോലും. പിന്നെ എന്തുകൊണ്ട് നീ സെർച്ച് ചെയ്തില്ല? ഒന്ന് ട്രൈ പോലും ചെയ്തില്ല? അവൻ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുകയായിരുന്നു. ഹിസ് ഫാമിലി കട്ട് ഓൾ കോണ്ടാക്ട്. എന്റെ പപ്പ എല്ലാം പേടിച്ചെടുത്തു. എന്റെ ഡയറി അടക്കം. നിന്നോടൊന്നും ഗുഡ് ബൈ പറയാൻ പോലും എന്നെ സമ്മതിച്ചില്ല. ജോ, നീ ഒറ്റയടിക്ക് ഇവന് മാപ്പ് കൊടുക്കാൻ പോവാണോ? മതി, നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? അവന്റെ ഒരു ഫ്രണ്ട്, അതിനപ്പുറം ഒരു ബന്ധവും ഇല്ലല്ലോ. സ്റ്റേ ഇൻ യുവർ ലിമിറ്റ്. ഞങ്ങൾ അനുഭവിച്ചത് എന്താന്ന് നിനക്കറിയോ? ഇവനെ എന്നിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോവായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരാളെ സ്വന്തം നെഞ്ചിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ടു പോകുമ്പോ അത് കണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന ഒരുവിന്റെ വേദന, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊരിക്കലും ഞങ്ങളുടെ ലവിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഞങ്ങൾക്കിടയിലേക്ക് വരാൻ നിൽക്കരുത്. ഇത്രയും വർഷങ്ങൾ ഓരോ നിമിഷവും ഞാൻ ഇവന് വേണ്ടിയാ കാത്തിരുന്നേ. ആൻഡ് ഇനി ഒരാള് കാരണവും ഞങ്ങൾ പിരിയാൻ ഞാൻ ഇടയാക്കില്ല. അലി പ്ലീസ്, പതുക്കെ. നോ, നമ്മൾ അനുഭവിച്ച വേദനയുടെ ഒരറ്റം പോലും അറിയാതെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. ജോ, നീ എന്റെയാ എപ്പോഴും. ജോ, നീ ഇതൊന്നും വിശ്വസിക്കരുത് പ്ലീസ്. ജോ, ഐ ലവ് യു. ഹേമ, ഇത്രയൊക്കെ നിന്റെ കൺമുമ്പിൽ കണ്ടിട്ടും ഇനിയും നിനക്ക് എന്നെ വേണം? എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ്റും, എനിക്കറിയാം. ഇല്ല, പറ്റില്ല ഒരിക്കലും. കാരണം എന്റെ മുൻപിൽ ലവ് എന്നതിന് ഒരു നിർവചനമേ ഉള്ളൂ, ആൽവി.
പ്ലീസ് ഹേമ, നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തിയെ കണ്ടുപിടിച്ച് ജീവിതം തുടങ്ങും. അത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. സോറി, ഞാൻ പോവാം. ബട്ട് എന്റെ ഇഷ്ടം അത് ജെനുവിൻ ആയിരുന്നു ജോ. ബട്ട് എന്നെക്കാളേറെ നിന്നെ കിട്ടാൻ ഡിസർവിംഗ് ആയിട്ടുള്ളത് നിന്റെ ഹൃദയം കൊണ്ടുപോയ ഈ മനുഷ്യനാണ്. ബെസ്റ്റ് വിഷസ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊരു ദിവസം വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഞാനും എന്റെ ഹോപ്പ് എല്ലാം നഷ്ടമായി തുടങ്ങിയിരുന്നു. ഞാനും ഒരുപാട് വെയിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ആൽവി? ഇവിടുന്ന് നമ്മളെ വിധി പിരിച്ചുകൊണ്ടുപോയെ. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന്? ആ വിധി തന്നെ നമ്മളെ കൂട്ടിച്ചേർത്തു. നീ അന്ന് ചോദിച്ചില്ലേ നമ്മൾ പിരിഞ്ഞാലോ എന്ന്? അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ? പിരിഞ്ഞാലും ഞാൻ ഒരിക്കൽ വരും. അന്ന് നമുക്ക് ഒരുമിച്ച് ഈ ആകാശം കാണണം, ആരെയും പേടിക്കാതെ. ഞാൻ ഓർക്കുന്നു ആൽവി. യെസ്, ഞാനത് പറയുക. അറ്റ് ലാസ്റ്റ് നമ്മൾ ജയിച്ചു. ഈ ലോകം നമ്മളെ വേർപെടുത്താൻ ശ്രമിച്ചെങ്കിലും വിധി നമ്മളെ ചതിച്ചില്ല. നീയായിരുന്നു എന്റെ ഫ്യൂച്ചർ. விடிந்தாலும் வானம் இருள் பூச வேண்டும், மடி மீது சாய்ந்து கதை பேச வேண்டும்.